ഞാനേ കഴിഞ്ഞ ദിവസം കുറച്ച് ചക്ക കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അപ്പം നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ? ഈ അവിയൽ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിക്കകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എപ്പോഴും നോർമലി ഉണ്ടാക്കുന്ന അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ചക്കച്ചുള നീളത്തിലരിഞ്ഞതും ചക്കക്കുരു അരിഞ്ഞതും ചക്കമടൽ അരിഞ്ഞതും എല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് നമ്മൾ എരിവിനായിട്ട് നമ്മളിവിടെ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ലേശം മുളക് പൊടി ആഡ് ചെയ്യും. പിന്നെ കളറിനും രുചിക്കും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. പിന്നെ ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കും. ഈ സമയത്ത് നമ്മൾ ഇതിനുള്ള അരപ്പ് റെഡിയാക്കണം. അരപ്പിനായിട്ട് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. എന്നിട്ട് ഈ വെന്ത് വരുന്ന കഷ്ണത്തിലേക്ക് നമ്മൾ ഈ തേങ്ങയുടെ അരപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പുളിക്ക് ഇവിടെ ഞാൻ ചേർക്കുന്നത് തൈരാണ്. ഇവിടെ ഞാൻ ചില നാടുകളിൽ എനിക്ക് തോന്നുന്നു വാളംപുളിയും യൂസ് ആക്കാറുണ്ട്. നമ്മളിവിടെ തൈരാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇത്തിരി ലേശം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി ഒരു അവിയൽ റെഡി.